വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീഹരയേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 14-ാം അധ്യായം ഗുണത്രയ വിഭാഗയോഗം. ശ്രീകൃഷ്ണ അർജുന സംവാദം തുടരുകയാണ്. ഭഗവാൻ പറയുന്നു, ഏതൊന്ന് അറിഞ്ഞുകൊണ്ടാണോ മഹർഷിമാർ സംസാരബന്ധങ്ങളിൽ നിന്ന് മുക്തരായത്, അങ്ങനെയുള്ള ഉത്തമമായ ആ പരമജ്ഞാനം അർജുന നിനക്ക് ഉപദേശിച്ചു തരാം. ഈ ഒരു ജ്ഞാനം ആശ്രയിച്ച്, ആ ജ്ഞാനത്തെ ആശ്രയിച്ച് പരമപദം പ്രാപിച്ചവർ ലോകസൃഷ്ടി പുതുതായി ആരംഭിക്കുമ്പോൾ പോലും ജന്മമെടുക്കുന്നില്ല. പ്രളയകാലം വരുമ്പോൾ നശിച്ചു പോകുമെന്ന് കരുതി ദുഃഖിക്കുന്നില്ല. അർജുന, മഹത്തായിട്ടുള്ള പ്രകൃതി സൃഷ്ടികർമ്മത്തിൻ്റെ ഗർഭാധാന സ്ഥാനമാണ്. അതിൽ സൃഷ്ടാവായ ഞാൻ ഗർഭാധാനം ചെയ്യുന്നു. അതിൽ നിന്നാണ്, ഈ പ്രകൃതി പുരുഷ സംയോഗത്തിൽ നിന്നാണ് സകല ചരാചരങ്ങളും ഉണ്ടാവുന്നത്. നാനാപ്രകാരത്തിലുള്ള ജീവജാലങ്ങൾ ജന്മമെടുക്കുന്നുണ്ട്. അവയെല്ലാം ഗർഭം ധരിക്കുന്ന മാതാവാണ് പ്രകൃതി. ഞാനാവട്ടെ ആ പ്രകൃതി മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ബീജം നിക്ഷേപിക്കുന്ന പിതാവുമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി പുരുഷന്മാർ സമസ്ത ജഗത്തിനും മാതാപിതാക്കളാണ്. അർജുന, സത്വം, രജസ്, തമസ് എന്നിങ്ങനെ പ്രകൃതിജങ്ങളായ ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുക. ഈ ത്രിഗുണങ്ങളാണ് നാശരഹിതനായ ജീവനെ ശരീരത്തിൽ ബന്ധിച്ചു നിർത്തുന്നത്. ഈ മൂന്ന് ഗുണങ്ങളിൽ, ത്രിഗുണങ്ങളിൽ നിർമ്മലമായ സത്വഗുണം പ്രകാശപൂർണമാണ്, രോഗശോകരഹിതമാണ്. അത് ജീവനെ സുഖസംഗം കൊണ്ടും ജ്ഞാനസംഗം കൊണ്ടും ബന്ധിക്കുന്നു. രജോഗുണമാവട്ടെ രാഗാത്മകമാണ്. അത് തൃഷ്ണയിൽ നിന്നും സംഘത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. അത് കർമ്മസംഗം കൊണ്ട് ജീവനെ ബന്ധിക്കുന്നു. ദേഹാഭിമാനികളായ എല്ലാ ജീവന്മാരെയും മോഹിപ്പിക്കുന്ന തമോ ഗുണം അജ്ഞാനത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അത് പ്രമാദം കൊണ്ട്, തെറ്റായിട്ടുള്ള ചേഷ്ടകളെ കൊണ്ട്, ആലസ്യം, നിദ്ര ഇവ കൊണ്ട് ജീവനെ ബന്ധിക്കുന്നു. അർജുന, സത്വം സുഖേ സഞ്ജയതി രജകർമ്മണി ഭാരത ജ്ഞാനം ആവൃത്യതുതമ പ്രമാദേ സഞ്ജയത്യുത. സത്വഗുണം സുഖത്തിലേക്കും, രജോഗുണം കർമ്മത്തിലേക്കും, തമോ ഗുണം വിവേകത്തെ മറക്കുന്ന പ്രമാദങ്ങളിലേക്കും ജീവനെ നയിക്കുന്നു. രജോഗുണത്തെയും തമോ ഗുണത്തെയും കീഴടക്കി സത്വഗുണം പ്രകടമാകുന്നു. സത്വഗുണത്തെയും തമോ ഗുണത്തെയും കീഴടക്കി രജോഗുണം പ്രകടമാകുന്നു. അതുപോലെ തന്നെ സത്വഗുണത്തെയും രജോഗുണത്തെയും കീഴടക്കി തമോ ഗുണവും പ്രകടമാകുന്നു. അപ്പം ഇതിനെ എങ്ങനെ തിരിച്ചറിയാം? ഇന്ദ്രിയങ്ങളിലും അന്ധഃകരണവൃത്തികളിലും പ്രകാശം പ്രകടമാകുമ്പോൾ, പ്രകാശപ്പൊലിമ വ്യക്തമാകുമ്പോൾ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് കരുതാം. ലോഭം, ഫലാകാംക്ഷയോടുകൂടിയിട്ടുള്ള കർമ്മങ്ങളുടെ ആരംഭം, വിഷയങ്ങളെ അനുഭവിക്കണം, വിഷയഭോഗ ആസക്തി, അശാന്തി, ഇവ രജോഗുണം വർദ്ധിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ വ്യക്തതയില്ലായ്മ, കർമ്മങ്ങളോട് വിമുഖത, ചെയ്യുന്ന പ്രവൃത്തികളിൽ പിഴവ് സംഭവിക്കുക, തെറ്റിദ്ധാരണ ഉണ്ടാവുക, ഇതൊക്കെ തമോ ഗുണത്തിൻ്റെ വർധനവ് കൊണ്ട് സംഭവിക്കുന്നതാണ്.
ഒരുവൻ സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് ശരീരം ഉപേക്ഷിക്കുന്നത് എങ്കിൽ ഉത്തമന്മാരായ ജ്ഞാനികളുടെ പുണ്യലോകങ്ങളെ പ്രാപിക്കുന്നു. രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് ദേഹം ഉപേക്ഷിക്കുന്നത് എങ്കിൽ വീണ്ടും കർമാസക്തന്മാരായവരുടെ ഇടയിൽ വന്ന് ജനിക്കുന്നു. തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് ഒരുവൻ ശരീരം ഉപേക്ഷിക്കുന്നത് എങ്കിൽ മൃഗതുല്യമായ ജീവിതം നയിക്കുന്നവരുടെ ഇടയിൽ വന്ന് പിറക്കുന്നു. ധർമാനുസൃതമായ സത്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് പവിത്രവും സാത്വികവുമായിട്ടുള്ള ഗുണങ്ങൾ വർദ്ധിക്കുന്നത്. രാജസകർമ്മങ്ങളുടെ ഫലമായി ദുഃഖവും താമസകർമ്മങ്ങളുടെ ഫലമായി അജ്ഞാനവും വർദ്ധിക്കും. സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനവും രജോ ഗുണത്തിൽ നിന്ന് ലോഭവും തമോ ഗുണത്തിൽ നിന്ന് തെറ്റും തെറ്റിദ്ധാരണയും അജ്ഞാനവും ഉണ്ടാവും. സത്വഗുണസമ്പന്നന്മാരായവർ ജ്ഞാനം നേടി ഊർധ്വലോകങ്ങളെ പ്രാപിക്കുന്നു. എന്നാൽ രജോ ഗുണസമ്പന്നന്മാരായവർ അവർ സകാമകർമ്മികളായതുകൊണ്ട് ആഗ്രഹം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് അവർ ഉയരങ്ങളിലേക്ക് പോവാതെയും എന്നാൽ അധപ്പതിക്കാതെയും മധ്യനിലയിൽ വർത്തിക്കുന്നു. താമസഗുണവാന്മാരാവട്ടെ അജ്ഞാനം കൊണ്ട് അധർമ്മങ്ങളിലേർപ്പെട്ട് പാപകർമ്മങ്ങളിലേർപ്പെട്ട് അധമയോനികളിൽ ജനിച്ച് അധപ്പതിക്കുന്നു, താഴോട്ട് പോകുന്നു. പ്രപഞ്ചത്തിലെ സകല വ്യാപാരങ്ങൾക്കും പ്രേരണ നൽകുന്നത് ത്രിഗുണങ്ങളാണ്. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളുടെയും കർത്തൃത്വം ത്രിഗുണങ്ങൾക്കാണ്, ആത്മാവിനല്ല. ആത്മാവ് എല്ലാ ഗുണങ്ങൾക്കും അതീതമായിട്ട് വർത്തിക്കുന്നു. ഇതറിയുന്ന ഒരു ജ്ഞാനി പരമാത്മഭാവത്തിൽ എത്തിച്ചേരുന്നു. ശരീരത്തിൻ്റെ ഉത്പത്തിക്ക് കാരണം ത്രിഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളുടെ കർത്തൃത്വവും ഈ ത്രിഗുണങ്ങൾക്ക് തന്നെയാണ്. ആത്മാവ് കേവലം സാക്ഷി രൂപേണ വർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ തത്വം അറിയുന്ന ജീവൻ ജനനമരണ ജരാദുഃഖങ്ങളിൽ നിന്ന് നിവൃത്തി നേടി ബ്രഹ്മപദത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും. ഇത്രയും പറയുമ്പോഴാണ് അർജുനൻ ചോദിക്കുന്നത്, ഈ ത്രിഗുണങ്ങൾക്ക് അപ്പുറം കടന്ന ഒരുവന്റെ ലക്ഷണം എന്താണ്? അയാളുടെ ആചാരം എങ്ങനെയാണ്? എങ്ങനെ ഈ ത്രിഗുണങ്ങളെ മറികടക്കാൻ കഴിയും? അർജുനന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടിയും ഇവിടെ പറഞ്ഞു. പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. പാണ്ഡുപുത്രനായിട്ടുള്ള അർജുന, സത്വഗുണത്തിൻ്റെ ഫലമായിട്ട് ജ്ഞാനപ്രകാശം, രജോ ഗുണത്തിൻ്റെ ഫലമായി സകാമകർമ്മങ്ങൾ, തമോ ഗുണത്തിൻ്റെ ഫലമായിട്ട് പ്രമാദം, മോഹം, ഇതിൻ്റെയൊക്കെ ബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ അവയെ വെറുക്കാതിരിക്കുക. അവയ്ക്ക് അപ്പുറം കടന്ന് നിവൃത്തി നേടുമ്പോൾ സന്തോഷിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നവനാണ് ത്രിഗുണാതീതൻ. ഒരു ഏതിൻ്റെയും ബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ അവയോട് വെറുപ്പുണ്ടാവരുത്. അതിനെ അതിജീവിച്ച് നമ്മൾ മറികടന്നു കഴിഞ്ഞാൽ അമിതമായിട്ട് സന്തോഷിക്കുകയും ചെയ്യരുത്. ത്രിഗുണാതീതനായ ഒരുവൻ ബാഹ്യവിഷയങ്ങളുടെ ഗുണങ്ങൾക്കും ആകർഷണത്തിനും വിധേയനാവാതെ ഉദാസീന ഭാവം കൈക്കൊണ്ടിരിക്കുകയും ചഞ്ചലചിത്തനായി ആകാതിരിക്കുകയും ചെയ്യുന്നു. ഓരോ വസ്തുവിൻ്റെയും ഗുണങ്ങൾ അവ പ്രകടമാകുന്നു എന്ന് കരുതി അയാൾ സ്ഥിരചിത്തനായി ഇളകാതെ വർത്തിക്കുകയും ചെയ്യുന്നു. അയാൾ സുഖദുഃഖങ്ങളിൽ സമചിത്തനായും ആത്മഭാവത്തിൽ ദൃഢതയുള്ളവനായും ഇരിക്കും. മൺകട്ട, സ്വർണം, കല്ല് ഇവയെല്ലാം ഒരേ നിലയിൽ പരിഗണിക്കുന്നു, ഒരേ നിലയിൽ കാണുന്നു. പ്രിയാപ്രിയ ഭേദമില്ലാതെ, ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത് എന്നുള്ള വ്യത്യാസമില്ലാതെ അചഞ്ചലനായിട്ട് ഇരിക്കുന്നു. നിന്ദിച്ചാലും സ്തുതിച്ചാലും ഭാവഭേദം കൂടാതെ വർത്തിക്കുന്നു. ഇതൊക്കെ ത്രിഗുണാതീതന്റെ ലക്ഷണങ്ങളാണ്. മാനാപമാനങ്ങളെ തുല്യനായി കരുതുന്നവൻ, ശത്രുമിത്രഭേദം പുലർത്താതെ അവരോട് ഒരേ ഭാവത്തിൽ പെരുമാറുന്നവൻ, അവരെ ഒരേ ഭാവത്തിൽ കാണുന്നവൻ, സ്വാർത്ഥചിന്തയോടെ ഫലാസക്തിയോടുകൂടിയിട്ട് കർമ്മങ്ങളൊന്നും ചെയ്യാത്തവൻ, അങ്ങനെയുള്ള ഒരുവനെ ത്രിഗുണാതീതൻ എന്ന് പറയാം. ചഞ്ചലമായ ഭക്തിഭാവത്തോടുകൂടി
എന്നെ സേവിക്കുന്നവൻ ആരാണോ അർജുന, അങ്ങനെയുള്ള ഒരു വ്യക്തി ത്രിഗുണങ്ങൾക്കും അപ്പുറം കടന്ന് പരമപദത്തെ പ്രാപിക്കും, അതിനുള്ള അർഹത നേടും. എന്തുകൊണ്ടെന്നാൽ പരമാത്മാവായിട്ടുള്ള ഞാൻ ജീവാത്മാക്കളുടെയും അക്ഷയമായിട്ടുള്ള അമൃതത്വത്തിൻ്റെയും സനാതനധർമ്മത്തിൻ്റെയും പരമാനന്ദ സ്വരൂപത്തിൻ്റെയും ഇരിപ്പിടമാകുന്നു അർജുന. ഇപ്രകാരം ശ്രീമദ് ഭഗവത്ഗീതയിലെ ഗുണത്രയ വിഭാഗ യോഗം എന്ന 14-ാം അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. ശ്രീഹരയേ നമഃ.